അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സഹോദരങ്ങളെ, ഖിലാഫത്തിൻ്റെ ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലമായിരുന്നു സൂചിപ്പിക്കപ്പെട്ടത്. അതിൻ്റെ തുടർച്ചയെന്നോണം നേരത്തെ സൂചിപ്പിക്കപ്പെട്ടത് പ്രകാരം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് അദ്ദേഹം ഖലീഫയായി ഭരണ ചുമതല ഏറ്റെടുത്തതിന് ശേഷം നേരിടേണ്ടി വന്ന ഏറ്റവും വലിയ പ്രതിസന്ധി മൂന്ന് വിഭാഗം ആളുകൾ, അഹ്ലു റിദ്ദ എന്ന പേരിൽ അറിയപ്പെടുന്ന മൂന്ന് വിഭാഗം ആളുകൾ. ഒന്നാമതായിട്ട് മതപരിത്യാഗം ചെയ്ത മുർത്തദുകളായിട്ടുള്ളൊരു വിഭാഗം, രണ്ടാമതായിട്ട് കള്ളപ്രവാചകത്വം വാദിച്ചു വന്ന മറ്റൊരു വിഭാഗം, മൂന്നാമത്തെ വിഭാഗം സക്കാത്ത് നൽകാൻ വിസമ്മതിച്ചൊരു വിഭാഗം. ഈ മൂന്ന് വിഭാഗത്തിനെതിരെയും ശക്തമായിട്ടുള്ള നടപടി സ്വീകരിക്കുകയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം മുസ്ലിം ഉമ്മത്തിൽ ഭിന്നതയും ഛിദ്രതയും ഉണ്ടാക്കാനുള്ള ഇത്തരം ശ്രമങ്ങളെയെല്ലാം തടഞ്ഞ് മുസ്ലിം ഉമ്മത്തിനെ ഏകീകരിക്കാൻ സാധിച്ചതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ നേട്ടമായിട്ട് നേരത്തെ സൂചിപ്പിക്കപ്പെട്ടത്. പിന്നീട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലത്ത് എടുത്തു പറയേണ്ടതായിട്ടുള്ള ഏറ്റവും വലിയ മറ്റൊരു നേട്ടം പരിശുദ്ധ ഖുർആൻ്റെ ക്രോഡീകരണമായിരുന്നു. അതിന് കാരണമായി ഭവിച്ചത് നേരത്തെ സൂചിപ്പിക്കപ്പെട്ട കള്ളപ്രവാചകനായ മുസൈലിമ അൽ കദ്ദാബിനെതിരെ ഉണ്ടായ യുദ്ധത്തിൽ, അതായത് യമാമ യുദ്ധത്തിൽ 70ഓളം ഹിഫാദുകൾ, അതായത് പരിശുദ്ധ ഖുർആൻ മനഃപ്പാടമുള്ള 70ഓളം സ്വഹാബികൾ മരണപ്പെടുകയാണ്. ഈ ഒരു സന്ദർഭത്തിൽ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ മനസ്സിലാണ് ഇത്തരത്തിലൊരു ആശയം വരുന്നത്. അദ്ദേഹത്തിന് പരിശുദ്ധ ഖുർആൻ ക്രോഡീകരിക്കേണ്ടതിൻ്റെ പ്രാധാന്യം അദ്ദേഹത്തിന് മനസ്സിലാവുകയും അദ്ദേഹം ഖലീഫയായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ആ ഒരു കാര്യം ഉണർത്തുകയും ചെയ്തു. ആദ്യത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അതിനെ നിരസിച്ചു. പക്ഷേ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു നിരന്തരം അതിൻ്റെ പ്രാധാന്യം അദ്ദേഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുത്ത സന്ദർഭത്തിൽ അവസാനം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അതിന് അനുമതി നൽകുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ പരിശുദ്ധ ഖുർആൻ ക്രോഡീകരിക്കാൻ തീരുമാനിക്കുകയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള മറ്റ് യാഥാർത്ഥ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്ന സന്ദർഭത്തിൽ രണ്ട് രൂപത്തിലാണ് പരിശുദ്ധ ഖുർആൻ സംരക്ഷിക്കപ്പെട്ടത്. ഒന്നാമതായിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി ലഭിക്കുന്ന സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ലഭിച്ച പരിശുദ്ധ ഖുർആൻ ആയത്തുകൾ അവരുമായിട്ട് പങ്കുവെക്കുന്നു. ആ സന്ദർഭത്തിൽ തന്നെ പല ആളുകളും അത് മനഃപ്പാടമാക്കുന്നു. അപ്പോൾ ഒന്നാമതായിട്ട് ഖുർആൻ സംരക്ഷിക്കപ്പെട്ടത് അവർ മനഃപ്പാടമാക്കുക എന്ന രൂപത്തിലൂടെയാണ്. രണ്ടാമതായിട്ട് പരിശുദ്ധ ഖുർആൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് നൽകുന്ന പരിശുദ്ധ ഖുർആൻ്റെ ഭാഗങ്ങൾ അത് പല സ്വഹാബികളും അത് എഴുതി സൂക്ഷിക്കാറുണ്ടായിരുന്നു. അതിന് ഏറ്റവും വലിയ തെളിവാണ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കാൻ കാരണമായി തീർന്ന കഥ നമുക്കെല്ലാം സുപരിചിതമാണ്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം വീട്ടിലെത്തിയ സന്ദർഭത്തിൽ അദ്ദേഹത്തിൻ്റെ പെങ്ങൾ ഒരു ഏട് ഖുർആൻ്റെ ഒരു ഏട് വായിക്കുന്നതായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. ആ കഥ നമുക്കെല്ലാം അറിയാവുന്നതാണ്. അദ്ദേഹം അത് ആവശ്യപ്പെടുന്നു. അവസാനം അദ്ദേഹത്തോട് അവർ ശുദ്ധിയായിട്ട് വരാൻ പറയുന്നു. അദ്ദേഹം വന്നതിന് ശേഷം അവർ ആ ഏട് അദ്ദേഹത്തിന് കൈമാറുന്നു. അതിൽ നിന്നും സൂറത്തു ത്വാഹ പാരായണം ചെയ്തതിന് ശേഷമാണ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് വരുന്നത്. ആ ഒരു സംഭവം കൃത്യമായിട്ട് സ്വഹാബികളിൽപ്പെട്ട പല ആളുകളും പരിശുദ്ധ ഖുർആൻ എഴുതി സൂക്ഷിക്കാറുണ്ടായിരുന്നു എന്നതിലേക്ക് കൃത്യമായിട്ടുള്ളൊരു സൂചന നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സ്വഹാബികളിൽപ്പെട്ട ഒരു വിഭാഗം ആളുകൾ കുത്താബുൽ വഹി എന്ന പേരിൽ അറിയപ്പെടുന്ന, അതായത് പ്രവാചകൻ്റെ വഹി എഴുത്ത് സൂക്ഷിപ്പുകാരായിട്ടൊരു വിഭാഗം തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്ത് പരിശുദ്ധ ഖുർആൻ പല സന്ദർഭങ്ങളിലായിട്ടാണ് അവതരിപ്പിക്കപ്പെട്ടത്. നമുക്കറിയാം, ഒരു സൂറത്ത് ഒന്നിച്ചല്ല, അത് മറിച്ച് ഒരേ സമയം തന്നെ വ്യത്യസ്ത സൂറത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലഭിക്കുന്നുണ്ടായിരുന്നു. അതായത് ഉദാഹരണത്തിന് പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും വലിയ അധ്യായമായ സൂറത്തുൽ ബഖറ 9 വർഷം എടുത്തിട്ടാണ് പൂർത്തിയായത്. അപ്പോൾ ഈ 9 വർഷത്തിനിടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സൂറത്തുൽ ബഖറയോടൊപ്പം തന്നെ മറ്റു നിരവധി സൂറത്തുകളും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലഭിക്കുന്നുണ്ട്. ഓരോ സൂറത്ത് ലഭിക്കുന്ന സന്ദർഭത്തിലും ഓരോ ആയത്ത് ലഭിക്കുന്ന സന്ദർഭത്തിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പരിശുദ്ധ ഖുർആൻ്റെ ഏത് ഭാഗത്താണ് വെക്കേണ്ടത്, ഏത് ആയത്ത് ഏത് സൂറത്തിലാണ് വെക്കേണ്ടത്, ഇതെല്ലാം കൃത്യമായിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് നിർദ്ദേശം നൽകുന്നുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് അവർ എഴുതി സൂക്ഷിക്കപ്പെട്ടത്. ഏതായിരുന്നാലും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവും പരിശുദ്ധ ഖുർആൻ ക്രോഡീകരിക്കാൻ വേണ്ടി തീരുമാനിക്കുന്നു. അതിനുവേണ്ടി അവർ തിരഞ്ഞെടുക്കുന്നത്, സ്വഹാബികളിൽ നിന്നും അവരെ തിരഞ്ഞെടുക്കുന്നത് സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു എന്നറിയപ്പെടുന്നൊരു സ്വഹാബിയാണ്.
അദ്ദേഹം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഹി എഴുത്തുകാർ കുത്താബുൽ വഹി എന്ന ആ ഗ്രൂപ്പിൽ ഏറ്റവും പ്രായം കുറഞ്ഞ സ്വഹാബിയായിരുന്നു സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു. അതോടൊപ്പം അദ്ദേഹം ഒരു ഹാഫിളായിരുന്നു. അദ്ദേഹം പരിശുദ്ധ ഖുർആൻ പൂർണ്ണമായിട്ട് മനഃപ്പാഠമുണ്ടായിരുന്ന ഒരു സ്വഹാബി കൂടെ ആയിരുന്നു. നമുക്ക് കാണാൻ സാധിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്ത് പരിശുദ്ധ ഖുർആൻ പൂർണ്ണമായിട്ട് മനഃപ്പാഠമുണ്ടായിരുന്ന 4 ആളുകളാണ് ഉണ്ടായിരുന്നത്. ഹദീസിൽ കാണാൻ സാധിക്കും. ഒന്നാമതായിട്ട് ഇവിടെ സൂചിപ്പിക്കപ്പെട്ട സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു, അതോടൊപ്പം തന്നെ മറ്റു ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു, മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു, നാലാമതായിട്ട് അബൂ സയ്യിദ് റളിയല്ലാഹു. ഈ 4 ആളുകളാണ് പരിശുദ്ധ ഖുർആൻ പൂർണ്ണമായിട്ട് മനഃപ്പാഠമുണ്ടായിരുന്നത്. ആ 4 ആളുകളിൽ ഏറ്റവും പ്രായം ചെന്ന 30 വയസ്സിൽ താഴെ മാത്രം പ്രായമുണ്ടായിരുന്ന യുവാവായിരുന്ന വ്യക്തിയായിരുന്നു സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തെ തന്നെയാണ് അവർ പരിശുദ്ധ ഖുർആൻ ക്രോഡീകരണത്തിന് വേണ്ടി അവർ തിരഞ്ഞെടുക്കുന്നത്. സുബ്ഹാനല്ലാഹ്. അതിനേക്കാൾ വലിയ അത്ഭുതപ്പെടുന്നൊരു വസ്തുത എന്താണെന്ന് വെച്ചാൽ, നമുക്കറിയാം ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഓരോ റമദാനിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിഫ്ള്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനഃപ്പാഠം പരിശോധിക്കാറുണ്ടായിരുന്നു. അതിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണത്തിന് മുമ്പുള്ള അവസാനത്തെ റമദാനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമക്ക് പരിശുദ്ധ ഖുർആൻ പൂർണ്ണമായിട്ടും ഓതി കേൾപ്പിച്ച സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമീപത്ത് സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു. സുബ്ഹാനല്ലാഹ്. അതിനെ സംബന്ധിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. ഏതായിരുന്നാലും ഈ ഒരു വലിയ ഉത്തരവാദിത്വം അദ്ദേഹത്തെ ഏൽപ്പിക്കുകയാണ്. ആ ഉത്തരവാദിത്വം ലഭിച്ച സന്ദർഭത്തിൽ അദ്ദേഹം പറഞ്ഞ പ്രസിദ്ധമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ വാക്ക്, അദ്ദേഹം പറയുന്നുണ്ട്, ഒരു പർവ്വതം എന്നോട് എടുത്തു മാറ്റാൻ പറഞ്ഞിരുന്നതെങ്കിൽ, ഇതിന് പകരമായിട്ടൊരു മല എടുത്തിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് വെക്കാനാണ് എന്നോട് അവർ പറഞ്ഞിരുന്നതെങ്കിൽ അത് ഇതിനേക്കാൾ എളുപ്പമായിരുന്നു. അതായത് അത്രയും ഭാരിച്ചൊരു ഉത്തരവാദിത്തമാണ് എന്നെ അവർ ഏൽപ്പിച്ചതെന്നാണ് അദ്ദേഹം പറയുന്നത്. സുബ്ഹാനല്ലാഹ്. നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുള്ള ചില വസ്തുതകൾ. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ ചിന്തിച്ച് നോക്കുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ട് 1 വർഷത്തിനകം തന്നെ പരിശുദ്ധ ഖുർആൻ്റെ ക്രോഡീകരണം സംഭവിക്കുകയാണ്. ഹിജറ വർഷം 11 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെടുന്നു. ഹിജറ വർഷം 12 തന്നെ പരിശുദ്ധ ഖുർആൻ ക്രോഡീകരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. അതായത് ക്രോഡീകരണത്തിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സമയത്ത് തന്നെയാണത് സംഭവിക്കുന്നത് എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്ത് പരിശുദ്ധ ഖുർആൻ അവതരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ട ഉടൻ തന്നെ അത് ക്രോഡീകരിക്കുന്നു. അതോടൊപ്പം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തുള്ള പ്രധാനപ്പെട്ട എല്ലാ സ്വഹാബികളും അന്ന് ജീവിച്ചിരിക്കുന്നുണ്ട്. അവരുടെ സാന്നിധ്യത്തിൽ തന്നെയാണ് പരിശുദ്ധ ഖുർആൻ്റെ ക്രോഡീകരണം നടത്തുന്നത്. അതിനേക്കാൾ ഉപരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഹി എഴുത്തുകാരായിട്ട് തിരഞ്ഞെടുത്ത കുത്താബുൽ വഹി എന്നറിയപ്പെടുന്ന ആ ഗ്രൂപ്പിലുള്ള മുഴുവൻ സ്വഹാബികളും അവർ ജീവിച്ചിരിക്കുന്നുണ്ട്. അവരെഴുതിയ രേഖകളെല്ലാം അതേ രൂപത്തിൽ അവിടെ നിലനിൽക്കുന്നുണ്ട്. ആ ഒരു സന്ദർഭത്തിൽ തന്നെയാണ് സുബ്ഹാനല്ലാഹ് പരിശുദ്ധ ഖുർആൻ ക്രോഡീകരിക്കപ്പെടുന്നത്. എല്ലാ അർത്ഥത്തിലും അല്ലാഹു സുബ്ഹാനഹു തആലയുടെ വലിയൊരു വാഗ്ദാനം, ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിദൂൻ, തീർച്ചയായിട്ടും ഞാനാണിത് അവതരിപ്പിക്കപ്പെട്ടത്, ഞാൻ തന്നെ അതിനെ സംരക്ഷിക്കുമെന്നുള്ള അല്ലാഹു സുബ്ഹാനഹു തആലയുടെ വലിയ വാഗ്ദാനം അത് പുലരുന്നതായിട്ടാണ് നമ്മളിവിടെ കാണുന്നത്. നിങ്ങളും ചിന്തിച്ചു നോക്കുക. മറ്റൊരു മതഗ്രന്ഥവും ലോകത്തുള്ള ഇപ്പം ഏറ്റവും വലിയ മതമായിട്ട് അറിയപ്പെടുന്ന ക്രിസ്തുമതം, അവരുടെ മതഗ്രന്ഥമായിട്ടുള്ള ബൈബിള്, ആ ബൈബിള് പോലും രചിക്കപ്പെടുന്നത് യേശു ക്രിസ്തു മരിച്ച് കാലങ്ങൾക്ക് ശേഷമാണ്. യേശു മരിച്ച് 90ഓളം വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ഇന്ന് നിലവിലുള്ള ബൈബിൾ രചിക്കപ്പെടുന്നത്. അതും യേശു ക്രിസ്തുവിനെ ജീവിതത്തിൽ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത 4 വ്യക്തികളാണ് 4 സുവിശേഷങ്ങൾ രചിക്കപ്പെടുന്നത്. ഈ സുദീർഘമായിട്ടുള്ള കാലഘട്ടം 90 വർഷത്തിനിടയിൽ എന്തു സംഭവിച്ചു എന്നൊരാൾക്കും അറിയില്ല. അതേപോലെ തന്നെ ഹിന്ദുമത ഗ്രന്ഥങ്ങൾ, അത് എന്നെഴുതി ആരെഴുതി അത് ഒരാൾക്കും അവർക്ക് തന്നെ കൃത്യമായിട്ടുള്ളൊരു ധാരണ അതില്ല. പക്ഷേ അതേസമയം സുബ്ഹാനല്ലാഹ് പരിശുദ്ധ ഖുർആനെ സംബന്ധിച്ച് നമ്മൾ ചിന്തിക്കുന്ന സന്ദർഭത്തിൽ അത് എന്നെഴുതി, ആരെഴുതി, എവിടെ വെച്ചെഴുതി, അത് ഏതാണ്, ആ ഡേറ്റ് പോലും കൃത്യമായിട്ട് നമുക്ക് അറിയാമെന്നുള്ളതാണ്. സുബ്ഹാനല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു തആലയുടെ വാഗ്ദാനം, ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിദൂൻ, ആ ഒരു വാഗ്ദാനത്തിൻ്റെ പുലർച്ചയാണ് ഈ ഒരു വിഷയത്തിൽ നമ്മൾ കാണുന്നത്. സുബ്ഹാനല്ലാഹ്. സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹുവിനെ ചുമതലയേൽപ്പിക്കുന്നു. അദ്ദേഹം ഒരു ഹാഫിളായിട്ട് പോലും പരിശുദ്ധ ഖുർആൻ പൂർണ്ണമായിട്ട് അദ്ദേഹത്തിന് മനഃപ്പാഠം ഉണ്ടായിരുന്നിട്ട് പോലും അദ്ദേഹം മുഴുവൻ സ്വഹാബികളോടും അവരുടെ പക്കലുള്ള മുഴുവൻ എഴുതി വെക്കപ്പെട്ട രേഖകൾ മുഴുവനും പള്ളിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി അദ്ദേഹം നിർദ്ദേശം നൽകുകയാണ്. മുഴുവൻ സ്വഹാബികളും അവരെഴുതി വെച്ച കോപ്പികളെല്ലാം, പരിശുദ്ധ ഖുർആൻ്റെ കോപ്പികളെല്ലാം പള്ളിയിൽ ഹാജരാക്കുന്നു. അതിനുശേഷമാണ് അദ്ദേഹം ക്രോഡീകരിക്കുക. അദ്ദേഹത്തിൻ്റെ ആ സൂക്ഷ്മതയാണ് അത് കാണിച്ചു തരുന്നത്. ശേഷം അദ്ദേഹം അത് ക്രോഡീകരിച്ചൊരു ഗ്രന്ഥമാക്കുന്നു. ഗ്രന്ഥം എന്ന് പറയുമ്പോൾ നമ്മളിന്ന് കയ്യിൽ പിടിക്കുന്നത് പോലെയല്ല, മറിച്ച് തുണി പോലെയുള്ള വലിയ ഷീറ്റിലാണ് അതിൽ എഴുതപ്പെട്ടത്. ഒരു പേശയേക്കാൾ വലിയ രൂപത്തിൽ വലിയൊരു ഗ്രന്ഥമായിട്ടാണ് അവർ ക്രോഡീകരിക്കുന്നത്. കാരണം നമുക്കറിയാം അന്നത്തെ കാലത്ത് പേപ്പർ ലഭ്യമല്ല. പേപ്പർ ഇസ്ലാമിക ലോകത്തേക്ക് വരുന്നത്
അബ്ബാസികളുടെ കാലഘട്ടത്തിലാണ് പേപ്പർ ഇസ്ലാമിക മുസ്ലിം ഉമ്മത്തിന് ലഭിക്കുന്നത്. ഇൻഷാല്ലാ അതുമായിട്ട് ഈ പേപ്പറുമായിട്ട് ബന്ധപ്പെട്ട വലിയൊരു വിഷയം ഇൻഷാല്ലാ അബ്ബാസികളുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു കാലഘട്ടം സൂചിപ്പിക്കുന്ന സന്ദർഭത്തിൽ പറയാവുന്നതാണ്. ഏതായിരുന്നാലും ഈ ഒരു വലിയ കോപ്പി, ഈ പരിശുദ്ധ ഖുർആൻ്റെ ക്രോഡീകരിക്കപ്പെട്ട ഈ ആദ്യത്തെ കോപ്പി അത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ് സംരക്ഷിക്കുന്നത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ മരണശേഷം ആ ഒരു കോപ്പി പിന്നീട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കയ്യിലെത്തുന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മരണപ്പെട്ട സന്ദർഭത്തിൽ അത് ഹഫ്സ റളിയല്ലാഹു അൻഹയുടെ കയ്യിലെത്തുന്നു. പിന്നീട് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് പരിശുദ്ധ ഖുർആൻ അത് ഏകീകരിച്ച് ക്രോഡീകരിച്ച സന്ദർഭത്തിൽ അവരതിന് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് ഈ ഒരു കോപ്പിയാണ്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ഏതായിരുന്നാലും പരിശുദ്ധ ഖുർആൻ്റെ ക്രോഡീകരണമാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിൽ അദ്ദേഹം നേടിയ ഏറ്റവും വലിയൊരു നേട്ടങ്ങളിലൊന്ന്. മറ്റൊന്ന്, അവസാന കാലത്ത് നമുക്കറിയാം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വളരെ കുറച്ച് കാലമാണ് അദ്ദേഹം 2 വർഷം മാത്രമാണ് ഖലീഫയായിട്ട് നിന്നത്. ആ ഒരു സന്ദർഭത്തിൽ അതിൽ വലിയൊരു സമയം, 1 വർഷത്തിന് മേലെയുള്ള സമയം അദ്ദേഹം മുസ്ലിം ഉമ്മത്ത് ഹുറൂബുരിദ്ദ അല്ലെങ്കിൽ മുസ്ലിം ഉമ്മത്തിനകത്തുള്ള പ്രശ്നങ്ങളോ ആ പ്രശ്നങ്ങൾക്കെതിരെ അദ്ദേഹത്തിന് പോരാടേണ്ടി വന്നു. പിന്നീട് അദ്ദേഹത്തിന് ലഭിച്ച ഒരു അല്പസമയത്തിൽ അദ്ദേഹം എടുത്ത ധീരമായിട്ടുള്ള 2 തീരുമാനങ്ങൾ. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ ചിന്തിച്ചു നോക്കുക. അന്ന് ലോകത്തുള്ള ഏറ്റവും വലിയ 2 ശക്തികൾ, ലോകത്തെ 2 സൂപ്പർ പവറുകളായിട്ടുള്ള റോമിനെയും പേർഷ്യയെയും ഒരേ സമയത്ത് നേരിടാൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തീരുമാനിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. ഈ ധീരമായിട്ടുള്ള തുല്യതയില്ലാത്ത ഈ ഒരു നടപടി, അദ്ദേഹം എടുത്ത ഈ ഒരു തീരുമാനത്തിന് തീർച്ചയായിട്ടും അപാരമായിട്ടുള്ള തവക്കലുമാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കുക. ശൈശവ ദിശയിലുള്ള ഈ ഒരു ഉമ്മത്ത്, അറേബ്യൻ ഉപദ്വീപിലുള്ള ഈ ഒരു ഉമ്മത്തുമായിട്ടാണ് അദ്ദേഹം ലോകത്തെ ഏറ്റവും വലിയ നൂറ്റാണ്ടുകളായിട്ട് ലോകത്തുള്ള ഏറ്റവും വലിയ, ഇപ്പോൾ പണ്ട് നമ്മൾ അമേരിക്ക റഷ്യ എന്നൊക്കെ പറയുന്നത് പോലെ ഏറ്റവും വലിയ 2 സാമ്രാജ്യങ്ങൾക്കെതിരെ പോരാടാൻ വേണ്ടി അദ്ദേഹം പോകുന്നത്. സുബ്ഹാനല്ലാഹ്. മുസൈലിമ അൽ കദ്ദാബ അദ്ദേഹവുമായിട്ടുള്ള യുദ്ധത്തിന് ശേഷം, അതായത് യമാമ യുദ്ധത്തിന് ശേഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആദ്യം ചെയ്തത് സിറിയയിലേക്ക് ഒരു വലിയ സംഘത്തെ അയക്കാണ്. സിറിയ ബിലാദു ശ്യാം എന്നറിയപ്പെടുന്നത് ഇന്നത്തെ സിറിയയല്ല, മറിച്ച് ഇന്നത്തെ ജോർദാനും ലബനോനും ഫലസ്തീനും എല്ലാം അടങ്ങുന്ന ബൈത്തുൽ മുഖദ്ദസ് അടക്കം അടങ്ങുന്ന ഒരു വലിയ പ്രദേശമാണ് സിറിയ. ആ സിറിയ അന്ന് റോമക്കാരുടെ കയ്യിലായിരുന്നു. റോമക്കാർ 6 നൂറ്റാണ്ടുകളോളമായിട്ട് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രദേശമായിരുന്നു സിറിയ, ബിലാദു ശ്യാം. ഈ റോമക്കാരുടെ കീഴിലുള്ള സിറിയയിലേക്കാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹം സംഘത്തെ അയക്കുന്നത്. പ്രധാനമായിട്ടും നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു സിറിയ കീഴടക്കുക എന്നുള്ളത്. കാരണം മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ ഹറമുകളിലൊന്നായിട്ടുള്ള ബൈത്തുൽ മുഖദ്ദസ് സ്ഥിതി ചെയ്യുന്നത് ഫലസ്തീനിലാണ്. ആ ഫലസ്തീൻ സിറിയക്കകത്താണുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം 4 സൈനിക നേതാക്കളുടെ കീഴിൽ 4 സൈനിക നേതാക്കളെയാണ് അതിനു വേണ്ടി അദ്ദേഹം തിരഞ്ഞെടുക്കുന്നത്. ഒന്ന് അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു, ശറഹ്ബീൽ ബിൻ ഹസൻ റളിയല്ലാഹു അൻഹു, യസീദ് ബിൻ അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു, 4ാമതായിട്ട് അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു. ഈ 4 നേതാക്കളുടെ കീഴിൽ ഒരു വലിയ സംഘത്തെ അദ്ദേഹം സിറിയയിലേക്ക് അയക്കുകയാണ്, റോമിൻ്റെ കീഴിലുള്ള സിറിയയിലേക്ക്. അതേ സമയത്ത് തന്നെ ഇപ്പുറത്ത് പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ കീഴിലുണ്ടായിരുന്ന ഇറാഖിലേക്ക് ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിൽ ഒരു സംഘത്തെയും അദ്ദേഹം അയക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം അവിടെ എത്തുന്ന അദ്ദേഹത്തിൻ്റെ അപാരമായിട്ടുള്ള യുദ്ധ നൈപുണ്യത്തിലൂടെ അദ്ദേഹം ഇറാഖും സമീപ പ്രദേശങ്ങളെല്ലാം അദ്ദേഹം കീഴടക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. നിരവധി യുദ്ധങ്ങൾ അവിടെ വെച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട 2 മാത്രം സൂചിപ്പിക്കുകയാണ്. ശ്രദ്ധേയമായിട്ടുള്ളൊരു യുദ്ധമാണ് ദാത്തു സലാസിൽ എന്നറിയപ്പെടുന്ന, ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു പേർഷ്യക്കാരുമായിട്ട് നടത്തിയ ദാത്തു സലാസിൽ എന്നറിയപ്പെടുന്ന ചങ്ങല യുദ്ധം. ആ പേര് വരാൻ തന്നെ കാരണം പേർഷ്യക്കാരായിട്ടുള്ള ആളുകൾ അവരുടെ സൈനികരെല്ലാം ഒരു ചങ്ങലയിൽ കോർത്ത രൂപത്തിലാണ് അവർ യുദ്ധത്തിൽ പങ്കെടുത്തത്. എല്ലാവരും ഒരു ചങ്ങലയിൽ ബന്ധിപ്പിച്ച രൂപത്തിലാണ് സൈന്യം മുഴുവനും യുദ്ധത്തിന് വേണ്ടി വന്നത്. അതൊരു പ്രത്യേക യുദ്ധതന്ത്രമായിരുന്നു. ആ യുദ്ധത്തിൽ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു പേർഷ്യക്കാരുടെ സൈനിക തലവനായ ഹുർമുസ് ആ സൈനിക തലവനെ വരെ വധിച്ചിട്ടാണ് പേർഷ്യൻ സാമ്രാജ്യത്തിലുള്ള ആ ഒരു വലിയ സൈന്യത്തെ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു കീഴടക്കുന്നത്. അതിനുശേഷം വീണ്ടും ദാത്തു നഹർ എന്നറിയപ്പെടുന്ന അടുത്ത യുദ്ധം. ഇത്തരത്തിൽ നിരവധി യുദ്ധങ്ങളിലൂടെ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു പേർഷ്യയുടെ കീഴിലുണ്ടായിരുന്ന ഇറാഖും സമീപ പ്രദേശങ്ങളെല്ലാം അദ്ദേഹം പിടിച്ചടക്കി. അവസാനം അദ്ദേഹം പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായിരുന്ന മദായിനിലേക്ക് അദ്ദേഹം പോകാനിരിക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിന് ഖലീഫയുടെ സന്ദേശം ലഭിക്കണം.
മദായിൻ. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ ചിന്തിച്ചു നോക്കുക. ലോകത്തെ ഏറ്റവും വലിയ ഈ പേർഷ്യൻ സാമ്രാജ്യം, സുബ്ഹാനല്ലാഹ്, നിങ്ങൾ ചിന്തിക്കേണ്ടത്. ഇപ്പോൾ പരിശുദ്ധ ഖുർആനിൽ സൂറത്തുർ റൂമിൽ അലിഫ് ലാം മീം ഗുലിബത്തുർ റൂം, ഈ റോമൻ സാമ്രാജ്യത്തെ തോൽപ്പിച്ച ലോകത്തെ ഏറ്റവും വലിയ ശക്തിയാണ് പേർഷ്യൻ സാമ്രാജ്യം. ഈ സാമ്രാജ്യത്തെയാണ് ഈ അറേബ്യൻ ഉപദ്വീപിൽ നിന്ന് വന്ന ഈ ഒരു കൊച്ചു സംഘം പരാജയപ്പെടുത്തുന്നത്. സുബ്ഹാനല്ലാഹ്. അതിനെ സംബന്ധിച്ച് ഒരു ചരിത്രകാരൻ പറയുന്നത് തന്നെ, ഇന്നത്തെ ലോകത്ത് ഇപ്പോൾ നമുക്കറിയാം എസ്കിമോകൾ, ഈ മഞ്ഞ് നിറഞ്ഞ അന്റാർട്ടിക്ക പോലെയുള്ള പ്രദേശത്ത് ജീവിക്കുന്ന വളരെ ചുരുങ്ങിയൊരു വിഭാഗമാണ് എസ്കിമോകൾ. ഈ എസ്കിമോകൾ അവർ വന്നിട്ട് യുദ്ധം ചെയ്ത് അമേരിക്കയെ തോൽപ്പിക്കുന്നത് പോലെയുള്ള ഒരു തമാശ, അത് നമുക്ക് തമാശയായിട്ട് തോന്നാറുണ്ട്. അതേ രൂപത്തിലുള്ള ഒരു അത്ഭുതമാണ് അവിടെ സംഭവിക്കുന്നത്. ലോകത്തെ ഏറ്റവും വലിയ സാമ്രാജ്യമായ പേർഷ്യൻ സാമ്രാജ്യത്തെയാണ് ഈ അറേബ്യൻ ഉപദ്വീപിലുള്ള ഈ ഒരു കൊച്ചു സംഘം വന്ന് തോൽപ്പിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സഹായം എന്നല്ലാതെ അതിന് മറ്റൊരു വിശദീകരണവും നമുക്ക് കാണാൻ സാധ്യമല്ല. മുസ്ലിങ്ങളല്ലാത്ത നോൺ മുസ്ലിം ചരിത്രകാരന്മാർക്ക് പോലും കൃത്യമായിട്ട് ആ ഒരു അത്ഭുതത്തെ വിശദീകരിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. മദായിൻ എന്നറിയപ്പെടുന്ന പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനം ഇന്നും അന്നത്തെ ലോകത്തുള്ള ഏറ്റവും വലിയ പട്ടണങ്ങളിൽ ഒന്നായ മദായിൻ ഇന്നും ലോകത്ത് ചരിത്ര വിസ്മയമായിട്ട് അവശേഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ്, ഈ ഒരു പട്ടണമാണ് മദായിൻ. ടെസിഫോൺ എന്ന പേരിൽ അറിയപ്പെടുന്ന ആ ആകാശമുട്ട ഉയർന്നു നിൽക്കുന്ന വെള്ള നിറത്തിലുള്ള ഭീമമായിട്ടുള്ള തൂണുകൾ ഇന്നും അതേ രൂപത്തിൽ അവിടെ നിലനിൽക്കുന്നുണ്ട്. വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ അറിയപ്പെടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു നഗരമാണ് മദായിൻ എന്നറിയപ്പെടുന്ന പ്രദേശം. ആ ഒരു പ്രദേശം കീഴടക്കാൻ വേണ്ടി ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു പോകാനിരിക്കുന്ന സന്ദർഭത്തിലാണ് ഖലീഫയുടെ സന്ദേശം ലഭിക്കുന്നത്. ഇറാഖിലെ യുദ്ധം അവസാനിപ്പിച്ചുകൊണ്ട് താങ്കൾ ഉടൻ തന്നെ ഇറാഖിൽ നിന്നും സിറിയയിലേക്ക് പോകണം. സുബ്ഹാനല്ലാഹ്. 2 സൂപ്പർ പവറുകൾ ഒരേ സന്ദർഭത്തിൽ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിനെ ഉപയോഗിച്ചുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നേരിടുകയാണ്. അതോടൊപ്പം അള്ളാഹുവിൻ്റെ വാൾ സൈഫുള്ള എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഒരു വിശേഷണത്തെ എല്ലാ അർത്ഥത്തിലും ശരിവെക്കുന്നതായിരുന്നു ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു കാണിക്കുന്ന ധീരത. അദ്ദേഹം ഉടൻ തന്നെ ഇറാഖിൽ നിന്നും സിറിയയിൽ, കാരണം സിറിയയിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച് സിറിയയിലേക്ക് 4 ആളുടെ നേതൃത്വത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആദ്യം ഒരു സംഘത്തെ വിട്ടിട്ടുണ്ട്. അവരവിടെ എത്തിയ സന്ദർഭത്തിൽ റോമൻ ചക്രവർത്തി അദ്ദേഹം ലക്ഷത്തിൽ വരുന്ന വലിയൊരു സംഘവുമായിട്ട് മുസ്ലിങ്ങളെ നേരിടാൻ വരികയാണ്. ഈ സന്ദർഭത്തിൽ മുസ്ലിം സൈന്യാധിപനായിരുന്ന അബൂ ഉബൈദ ആമിർ ബിൻ ജറാഹ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഖലീഫയോട് കൂടുതൽ സൈന്യത്തെ ആവശ്യപ്പെടുകയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് അദ്ദേഹം സന്ദേശം അയക്കാണ്, കൂടുതൽ സൈന്യത്തെ വേണ്ടതുണ്ട്, കാരണം റോമക്കാർ വലിയൊരു സൈന്യവുമായിട്ടാണ് വന്നത് എന്ന് അദ്ദേഹം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ആവശ്യപ്പെടുന്നു. ഈ സന്ദർഭത്തിലാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിനോട് സന്ദേശം അയക്കുന്നത്. ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു ഇറാഖിൽ നിന്നും രഹസ്യ വഴിയിലൂടെ സഞ്ചരിച്ചിട്ട് അദ്ദേഹം സിറിയയിലെത്തുന്നു. സിറിയയിൽ അവർ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിലുള്ള ആ സംഘത്തോടൊപ്പം ചേർന്ന് റോമക്കാരുമായിട്ട് നടത്തിയ വളരെ ചരിത്രപ്രസിദ്ധമായിട്ടുള്ള യുദ്ധം, ആ യുദ്ധം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ജീവിതകാലത്ത് നടന്ന ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളൊരു യുദ്ധമാണ്. ആ അജ്നദൈൻ യുദ്ധം എന്നറിയപ്പെടുന്ന ആ ഒരു യുദ്ധം. ആ യുദ്ധത്തിൽ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ ആ യുദ്ധ നൈപുണ്യവും അപാരമായിട്ടുള്ള ധീരതയും ശത്രുക്കളിൽ പോലും മതിപ്പുളവാക്കുന്ന രൂപത്തിലായിരുന്നു ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രകടനം. അദ്ദേഹത്തിൻ്റെ ധീരമായിട്ടുള്ള പ്രകടനം, അതിനേക്കാളുപരി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സഹായത്താൽ ആ ഒരു യുദ്ധത്തിൽ, അജ്നദൈൻ യുദ്ധത്തിൽ മുസ്ലിങ്ങൾ റോമക്കാരെ പരാജയപ്പെടുത്തുന്നു. പക്ഷേ ആ യുദ്ധം കഴിഞ്ഞ് പിന്നീട് ഡമസ്കസ്, അതായത് റോമൻ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായിരുന്ന, ലോകത്ത് അന്ന് കോൺസ്റ്റാന്റിനോപ്പിൾ കഴിഞ്ഞാൽ ലോകത്ത് നിലനിന്ന ഏറ്റവും വലിയ പട്ടണങ്ങളിലൊന്നായിട്ടുള്ള ഡമസ്കസ് കീഴടക്കാൻ മുസ്ലിം സംഘം സന്തോഷത്തോടു കൂടെ പോകുന്ന സന്ദർഭത്തിൽ മുസ്ലിം സംഘത്തിന് വലിയൊരു ദുഃഖവാർത്ത ലഭിക്കുകയാണ്. അതായത് ഖലീഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ മരണവാർത്തയായിരുന്നു അവർക്ക് ലഭിച്ചത്. ആ ഒരു സന്തോഷം പങ്കുവെക്കുക, അതായത് ആ ഒരു വലിയ വിജയം, അത് കാണാൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഭൂമിയിൽ അവശേഷിച്ചിരുന്നില്ല. അതിനു മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് അദ്ദേഹം മടങ്ങുകയാണ്. സുബ്ഹാനല്ലാഹ്. അവസാന കാലത്തുള്ള അദ്ദേഹത്തിൻ്റെ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. 15ഓളം ദിവസം പനി ബാധിച്ച് അദ്ദേഹം രോഗബാധിതനായിട്ട് കിടക്കുന്നുണ്ട്. ആ ഒരു സന്ദർഭത്തിൽ തൻ്റെ മരണശേഷം മുസ്ലിം ഉമ്മത്തിൽ നേതൃത്വത്തെ ചൊല്ലി വീണ്ടും ഒരു തർക്കമുണ്ടാകരുത് എന്നുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് തന്നെ അടുത്ത ഖലീഫയെ പ്രഖ്യാപിക്കുകയാണ്. ആ സ്ഥാനം ഏറ്റെടുക്കാൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനേക്കാൾ അനുയോജ്യനായിട്ടുള്ള മറ്റൊരു വ്യക്തി ഉണ്ടായിരുന്നില്ല. എന്നിട്ടും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രധാനപ്പെട്ട പല സ്വഹാബികളെയും വിളിച്ച് ഉമർ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് അവർ അഭിപ്രായം അന്വേഷിക്കുന്നുണ്ട്.
അതിൽ ആർക്കും ഒരു എതിരഭിപ്രായം ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് പറയാനുണ്ടായിരുന്നില്ല. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു പറയുന്നത്, താങ്കൾ അറിയുന്നതിനേക്കാൾ എത്രയോ നല്ല വ്യക്തിയാണ് ഉമർ എന്നാണ്. സുബ്ഹാനല്ലാഹ്, താങ്കൾ മനസ്സിലാക്കിയതിനേക്കാൾ എത്രയോ നല്ല വ്യക്തിയാണ് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു എന്നാണ് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു മറുപടി പറയുന്നത്. അതേസമയം ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹത്തിൻ്റെ രഹസ്യ ജീവിതം പരസ്യ ജീവിതത്തെക്കാൾ മികച്ചതാണ് എന്നാണ്. അതാണ് അദ്ദേഹം ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് പറഞ്ഞ മറുപടി. അദ്ദേഹം ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ ഖലീഫയായിട്ട് നിയോഗിക്കുന്നു. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ മേൽനോട്ടത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ജീവിച്ചിരിക്കുന്ന സന്ദർഭത്തിൽ തന്നെ ജനങ്ങൾ പള്ളിയിൽ വെച്ചുകൊണ്ട് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് ബൈഅത്ത് നൽകുകയാണ്. സുബ്ഹാനല്ലാഹ്. അവസാന സന്ദർഭത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹം മകളായ ആയിഷ റളിയല്ലാഹു അൻഹയെ വിളിച്ച് ചോദിക്കുന്ന ഒരു സന്ദർഭം അദ്ദേഹം വിളിച്ച് ചോദിക്കുന്നുണ്ട്, ഖലീഫയാകുന്നതിന് മുമ്പ് എനിക്കില്ലാത്ത വല്ലതും അധികമായിട്ട് എനിക്കിപ്പോൾ ഉണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടി ആയിഷ റളിയല്ലാഹു അൻഹയോട് കൽപ്പിക്കുകയാണ്. ആയിഷ റളിയല്ലാഹു അൻഹു പരിശോധിച്ച സന്ദർഭത്തിൽ അദ്ദേഹത്തിന് ഖലീഫയായതിനു ശേഷം അധികമായിട്ട് ലഭിച്ച രണ്ട് സാധനങ്ങൾ, ഒന്ന് ഒരു ഒട്ടകവും അതേപോലെ തന്നെ ഒരു വേലക്കാരനും. ആ സന്ദർഭത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ആ രണ്ടും അടുത്ത ഖലീഫയായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ നൽകുക. ഏത് രൂപത്തിലാണോ ഞാൻ ഖലീഫയായത് അതേ രൂപത്തിൽ തന്നെ എനിക്ക് അള്ളാഹുവിലേക്ക് മടങ്ങണം എന്നാണ് അദ്ദേഹം പറയുന്നത്. സുബ്ഹാനല്ലാഹ്. ഈ ഒരു ഒട്ടകവും ആ ഒരു വേലക്കാരന് ലഭിച്ച സന്ദർഭത്തിൽ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പൊട്ടിക്കരയുകയാണ്. ആ ഒരു സന്ദർഭം അദ്ദേഹം ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു നിയന്ത്രണം വിട്ട് കരഞ്ഞു പോകുന്നതായിട്ടുള്ളൊരു സംഭവം നമ്മൾ കാണുകയാണ്. അവസാനത്തെ ദിവസം ഹിജ്റ വർഷം 13 ജമാദുൽ ആഖിർ 7-ാം തീയതി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് 63 വയസ്സ് പ്രായം. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ ആലോചിക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ട അതേ വയസ്സ്. മരണത്തിൽ പോലും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രവാചകൻ്റെ ആ സുന്നത്ത് പിന്തുടരാൻ വേണ്ടി ശ്രമിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അന്നത്തെ ദിവസം മകളായ ആയിഷ റളിയല്ലാഹു അൻഹയെ വിളിച്ചുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ട ദിവസം ഏതാണ്? ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, അത് തിങ്കളാഴ്ച ദിവസമാണ്. ഈ സന്ദർഭത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അന്നൊരു തിങ്കളാഴ്ച, അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇൻഷാ അല്ലാഹ് ഇന്ന് രാത്രിയാകുന്നതിന് മുമ്പ് ഞാനും മടങ്ങും. എന്നിട്ട് അദ്ദേഹം വീണ്ടും ചോദിച്ചു, ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിച്ചു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏത് രൂപത്തിലുള്ള കഫൻ പുടയിലാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിങ്ങൾ ഏത് രൂപത്തിലുള്ള കഫൻ പുടവയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നിങ്ങൾ ഉപയോഗിച്ചത്? ആയിഷ റളിയല്ലാഹു അൻഹ മറുപടി പറഞ്ഞു, 3 വെള്ള വസ്ത്രങ്ങൾ, യമനി സുഹൂലി വസ്ത്രങ്ങളാണ്, 3 യമനി സുഹൂലി വെള്ള കഫൻ പുടവയാണ് പ്രവാചകന് വേണ്ടി ഉപയോഗിച്ചത്. ഈ സന്ദർഭത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നൊരു പെട്ടി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആയിഷ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു, അതിൽ എന്നെ കഫൻ ചെയ്യാനുള്ള 3 വസ്ത്രങ്ങൾ അതിലുണ്ട്, അതിൽ ഒരല്പം കരയുണ്ട്, അത് നിങ്ങൾ കഴുകി വൃത്തിയാക്കിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏത് രൂപത്തിൽ നിങ്ങൾ കഫൻ ചെയ്തു അതേ രൂപത്തിൽ എന്നെ നിങ്ങൾ കഫൻ ചെയ്യണമെന്ന് ആയിഷ റളിയല്ലാഹു അൻഹയോട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കൽപ്പിക്കാൻ. അവസാനമായിട്ട് അദ്ദേഹം പാരായണം ചെയ്യുന്ന ആയത്ത് തവഫനി മുസ്ലിമീന വ അൽഹഖ്നി ബിസ്വാലിഹീൻ എന്ന സൂറത്ത് യൂസുഫിൻ്റെ 101-ാമത്തെ ആയത്ത്. ഈ ഒരു ആയത്ത് പാരായണം ചെയ്തുകൊണ്ടാണ് അദ്ദേഹം ഈ ലോകത്തിൽ നിന്ന് വിട പറയുന്നത്. അദ്ദേഹത്തിൻ്റെ മയ്യത്ത് ഭാര്യ അസ്മാ ബിൻത് ഉമൈസ് റളിയല്ലാഹു അൻഹയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ മയ്യത്ത് കുളിപ്പിക്കുന്നത്. അതിനുശേഷം മകളായ ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിനടുത്ത് അദ്ദേഹത്തെ അവർ ഖബറടക്കുകയാണ്. 2 വർഷവും 3 മാസവും 10 ദിവസവും ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭരണകാലം. ഈ ഒരു കാലഘട്ടത്തിൽ ഉള്ള സംഭവങ്ങളാണ് ചുരുങ്ങിയ രൂപത്തിൽ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടത്. അതിനുശേഷം അദ്ദേഹം ഖലീഫയായി ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ നിയോഗിക്കുന്നു. ഇൻഷാ അല്ലാഹ് തുടർന്ന് അങ്ങോട്ട് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലം നമുക്ക് പരിശോധിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാന്മാരായ സ്വഹാബികളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മളെ നാളെ ഒരുമിച്ച് കൂട്ടപ്പെരുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.